സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെന്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്ക്. കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപോ പിൻപോ ഇത്തരമൊരു പ്രസ്താവന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. മാറാട് കലാപത്തെ തുടർന്ന് കടപ്പുറം വിടേണ്ടി വന്ന മുസ്ലിം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ മുസ്ലിം ലീഗ് സർക്കാരിന് അന്ത്യശാസ്ത്രം നൽകിയ സമയമായിരുന്നു 2003 ജൂലൈ. കോൺഗ്രസിന്റെ സിംല സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ AK ആന്റണി പക്ഷേ സംഘടിച്ച് സമ്മർദ്ദം ചെലുത്തിയാൽ എന്തും നേടാമെന്ന ചിന്ത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടെന്ന് തുറന്നടിച്ചു. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട്. ആ ആക്ഷേപത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. ആ സത്യം ആരും വിസ്മരിക്കരുത്. അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക, യൂറോപ്പ് ഇവിടെയുള്ള കുടിയേറ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ്. അതുണ്ടാക്കിയ സാമ്പത്തിക അസമത്വം കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലുണ്ട്, കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട്. ഇതിൻ്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ട്. ഈ യാഥാർത്ഥ്യം കാണരുത്. ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുപ്പുകൾ. ഇതെല്ലാം കാണാൻ ഇവിടുത്തെ ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം. അവരും കുറച്ചുകൂടെ സംയമനം കാണിക്കരുത്. സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെന്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതിനെ സോഫ്റ്റ് എന്നോ ഹാർഡെന്നോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു തൊട്ടാവാടിയൊന്നുമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ആന്റണിയുടെ വാക്കുകൾ കേരളത്തെ പിടിച്ചുകുലുക്കി. മുസ്ലിം ലീഗ് പരസ്യമായി പ്രതിഷേധിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്ക് ദൂതനെ അയച്ചു. സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്ന കാര്യം പോലും പരിഗണിക്കുകയാണെന്ന് ലീഗ് നേതാവ് അഹമ്മദ് പ്രതികരിച്ചു. ശൃംഗേരി മഠത്തിലെയും കാഞ്ചി കാമകോടി പീഠത്തിലെയും ശങ്കരാചാര്യന്മാർക്കൊപ്പം മുഖ്യമന്ത്രി വേദി പങ്കിട്ടതും പലർക്കും രുചിച്ചിരുന്നില്ല. AK ആന്റണി തന്നെ നിലപാട് വിശദീകരിക്കുമെന്ന് സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കി. പക്ഷേ ആന്റണി അപ്പോഴും നിലപാട് മാറ്റിയില്ല. കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും കേരള സമൂഹത്തിലും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ന്യൂനപക്ഷങ്ങളാണ്. ആ സത്യം കാണുന്നിടത്താണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ന്യൂനപക്ഷങ്ങളോട് കുറച്ചുകൂടെ സംയമനം പാലിക്കണം, ന്യൂനപക്ഷ നേതാക്കന്മാർ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധം കാണിക്കണം, കുറച്ചുകൂടെ സംയമനം കാണിക്കണമെന്ന് പറയുന്നത്. അതിനെ സോഫ്റ്റ് എന്ന് തോന്നുന്നു ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാൽ പറഞ്ഞ ഞാൻ സത്യം പറയുള്ളൂ, പറയാൻ മിണ്ടാതിരിക്കാൻ വേണമെങ്കിൽ. 1 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് AK ആന്റണി പുറത്തായി. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ ഈ വാചകങ്ങൾക്ക് ശേഷമാണെന്ന് കരുതുന്നവരുണ്ട്. AK ആന്റണിയുടെ രാജിപ്രഖ്യാപനമുണ്ടായതും ഇതേ വിമാനത്താവളത്തിലെ അതേ സ്ഥലത്ത് വെച്ചായിരുന്നു. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്.